ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് പ്രിയ ജോജു. തൃശ്ശൂർ ജില്ലയിലെ ഒളരിക്കര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 8/2/2022 ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതല്ല, മാതാവിനൊന്ന് കണ്ടു പോകണം എന്നൊരു ലെവലിൽ വന്നതാണ്. ഇപ്പോൾ ഇവിടെ കൊറോണയുടെ സമയമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കന്ന് വരാനുള്ള സാഹചര്യം ഒരു കേസിൻ്റെ കാര്യത്തിന് ഹസ്ബൻഡിനെ ചേർത്തലയിലേക്ക് വരണമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ മാതാവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്ന് വരണം കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇന്നൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ കേസ് അന്ന് നടക്കില്ല എന്ന് ഇവിടെ ഓഫീസിൽ നിന്ന് വിളിക്കണ്ടായി, വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത് മാതാവ് ഒരുക്കിയതാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞിട്ട്. ഹസ്ബൻഡ് പറഞ്ഞു ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടി, ഞാനും ഹസ്ബൻഡും 2 മക്കളും കൂടി ഇവിടെ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി ഈ കലവൂര് ഇറങ്ങണ വരെ എൻ്റെ ഈ മോള്, അന്ന് അവൾക്ക് 10 വയസ്സുള്ളൂ, അവൾ ഛർദിയായിരുന്നു. 2 കവർ നിറച്ച് കൂട്ടി ഛർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയില്ല, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കയറി. അപ്പോൾ 10 മിനിറ്റ് 2 മിനിറ്റ് ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ നേർച്ച ഉടമ്പടിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ കയറി. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഒരു സമയമായി, 2 മണിയുടെ അടുത്തായി ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങൾ ഇവളോട് പറയുന്നുണ്ട് മോളെ അധികം കഴിക്കേണ്ട, കാരണം മോളിങ്ങി ഛർദ്ദിക്കാനുള്ളതാണ്. അപ്പോൾ ഒന്നും കഴിക്കാണ്ട് തന്നെ 2 കിറ്റോളം കുട്ടി ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ അത് ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇവളോട് പറഞ്ഞിട്ട് ഇവള് ആ വിശപ്പിൻ്റെ ഇതിൽ നന്നായി ഭക്ഷണം കഴിച്ചു. വണ്ടിയിൽ കയറി സീറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ ഈ കുട്ടി ഒരു തുണ്ട് പോലും ഛർദ്ദിച്ചില്ല. ഇതുവരെ പിന്നെ ആ ഛർദി അവൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ എന്നെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവ് ആദ്യത്തെ അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ എൻ്റെ വീട് ഞങ്ങളൊരു ബന്ധുവിന് വേണ്ടിയിട്ട് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. 25 ലക്ഷം രൂപയ്ക്ക് അന്ന് അത് ആധാരം ബാങ്കിൽ പണയം വെച്ചത്. അവർക്കത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അത് 25 എന്നുള്ളത് 50 ലക്ഷമായി. 50 ലക്ഷമായിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, പിന്നെ അപ്പച്ചൻ അമ്മീനുള്ളത്. അവർക്ക് അടയ്ക്കാൻ പറ്റില്ല, ഞങ്ങൾക്കും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാതാവിനോട് മുട്ടിപ്പായിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ജപ്തിയുടെ അടുത്ത് വരെ എത്തി തുടങ്ങി. അപ്പം മാതാവിനോട് അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എന്നും പ്രത്യക്ഷൻ്റെ പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം ജപ്തിയാണല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ അത് ഒരുപാട് വിലയ്ക്ക് ചോദിച്ച സ്ഥലമാണ്. ഹൈവേയിൽ കിടക്കുന്ന ഒരു 8.25 സെൻറ്റ് സ്ഥലമാണ്. ഒരു 6 ലക്ഷം 7 ലക്ഷം അതിൽ മേലെ ഒരാൾ ചോദിക്കില്ല. എല്ലാവരും പറയും നിങ്ങൾക്ക് അത്രേ കിട്ടുള്ളൂ, അതിൽ മേലൊന്നും നിങ്ങൾക്ക് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു. ആ 1 സെൻറ്റിന് 10,20,000 രൂപ വെച്ചിട്ട് മാതാവ് ഞങ്ങൾക്കത് വിറ്റ് തന്നു. ആ സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ മാതാവിൻ്റെ കാശ് രൂപ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അപ്പോൾ അത് മുടക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ആ സ്ഥലത്തിന് നല്ല നോട്ടമുള്ള സ്ഥലമാണ്. പക്ഷെ ആർക്കും അത് അത്ര വില കൊടുത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാതാവ് ആ സമയത്ത് ഞങ്ങൾക്ക് ആ ജപ്തി അടുത്തെത്തിയ സമയത്ത് ഞങ്ങൾക്കൊരു ആത്മധൈര്യം ഉണ്ടല്ലോ. ജപ്തിന്ന് മാനേജർ വരെ വിളിച്ച് നമ്മളെ പറഞ്ഞിട്ടും അതിലൊന്നും പതറാണ്ട് നമുക്ക് ഇത്ര പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അന്ന് നിന്ന് നമ്മൾ ആ കച്ചവടം നടന്നു പോയത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം. 8.25 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾ വിറ്റതെന്നുണ്ടെങ്കിലും ഞങ്ങൾ 12.5 സെൻറ്റ് സ്ഥലം അമ്മയ്ക്ക് വേണ്ടി, ഞങ്ങളെ വീടിനേക്കാളും കുറച്ചും കൂടി വലിയ വീട് 12.5 സെൻറ്റ് സ്ഥലം ഞങ്ങൾ എടുത്തു കൊടുത്തു അമ്മയ്ക്ക്. അത് 5 സ്ഥലം വന്ന് കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്ത് ഈ വീടിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അവിടെ മാതാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള വീടെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ അത് വാങ്ങാനുണ്ടായാലും അത് മാതാവായിട്ട് ഞങ്ങൾക്കത് വാങ്ങിച്ചു തന്നു ആ സ്ഥലം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ ഉടമ്പടി ഞങ്ങൾക്ക് എടുക്കാനല്ല ഞങ്ങൾ വന്നതെന്നുണ്ടെങ്കിലും എനിക്ക് ആ സമയത്ത് തണ്ടൽ വേദനയോടുകൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്. തണ്ടൽ വേദന വന്നെങ്കിലും ഞാൻ ഉടമ്പടിയിൽ അതൊന്നും വെച്ചില്ലേ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ ആകെ പ്രധാനമായി വെച്ചത് ഈ സ്ഥലത്തിൻ്റെ കാര്യമാണ് ഞാൻ വെച്ചതെന്ന്. ഈ തണ്ടൽ വേദനയെങ്കിലും സിസ്റ്റർ എന്നോട് പറഞ്ഞു മാതാവ് നിങ്ങളെ കൂടെ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു. മാതാവിനറിയാലോ തണ്ടൽ വേദന ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് പള്ളിയിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് തണ്ടൽ വേദന ഉള്ള കാരണം. അപ്പോൾ കുറച്ച് മടിക്കായി തുടങ്ങിയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ, രാവിലെ കുളിക്കാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഉടമ്പടി എടുത്തതിൻ്റെ ഇതിൽ എന്താ പറയുക നന്നായി എനിക്ക്
ആദ്യത്തെ പോലെ തന്നെ ഞാൻ ഉഷാറായി. രാവിലെ തന്നെ കുളിക്കാനും പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് പറ്റി തുടങ്ങി. ഞാനിപ്പോൾ മാതാവിനോട് എൻ്റെ എല്ലാം മാതാവ് കൂടെയുള്ള കാരണം എൻ്റെ എല്ലാ അസുഖം മാറിയെന്നു. ഫെബ്രുവരി 24 എനിക്ക് ഭയങ്കരമായിട്ടൊരു തണ്ടൽ വേന വന്നു. എൻ്റെ മോനാണെങ്കിൽ കുറച്ച് വിശ്വാസക്കുറവാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഒരു മുട്ടുമ്പോൾ നിന്നൊരു ഒരു കൊന്ത് ചൊല്ലിയാൽ മതി, അമ്മയുടെ വേദന മാറുമെന്ന് പറഞ്ഞു. ഞാൻ ആ വേദന സഹിച്ചിട്ട് തന്നെ ഒരു മുട്ടുമ്പോൾ നിന്നൊരു കൊന്ത മുഴുവൻ ചൊല്ലി. എന്നാലും എൻ്റെ വേദന കൂടെ ഉണ്ടായത്, കുറഞ്ഞില്ല. എനിക്കെൻ്റെ കാല് രണ്ടും ചലിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഈ ഫാൻ വരെ കറങ്ങുമ്പോൾ അതിൻ്റെ കാറ്റ് പോലും എനിക്ക് കൊള്ളണത് അതുപോലെ വേദനയാണ്. അപ്പം ഞാൻ വിചാരിക്കും, കർത്താവ് സഹിച്ചിട്ടുണ്ടാവില്ലല്ലോ ദൈവം ഇതേപോലെ വേദന. കുരിശിൽ തറച്ച് അതിനേക്കാളുപരി വേദന ഞാൻ സഹിക്കണ്ടല്ലോ. 4 പെയിൻ കില്ലർ 5 പെയിൻ കില്ലറൊക്കെ ഒരു നേരം കഴിക്കും ഞാൻ. എന്നിട്ട് പോലും വേദനയ്ക്ക് ഒരു തരി കുറവുണ്ടാവില്ല. ഒരു നൈറ്റ് പോലും നമ്മുടെ മേല് കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പോലത്തെ വേദന. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ട് എന്താണെന്നൊന്നും ഒരു പിടുത്തം കിട്ടില്ല. അവസാനം MRI ചെയ്തപ്പോൾ ഞരമ്പുകൾ മുഴുവൻ താന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാല് പൂർണ്ണമായി തളരും, പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന്. പക്ഷേ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാപ്പിലായിരിക്കുന്ന സമയം 3 ലക്ഷം രൂപയാണ് അന്ന് സർജറിക്ക് മാത്രം പറഞ്ഞത്. അത് ആ സമയത്ത് ഞങ്ങളെ കൊണ്ട് താങ്ങില്ല. മെഡിക്കൽ കോളേജിലത്തെ അവസ്ഥ അറിയാലോ, നമുക്ക് ഹാൻഡ് ഉണ്ടായാലും കാര്യമൊന്നുമില്ല. അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയെങ്കിലും 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ട് നിങ്ങളെ വിളിക്കാം ടാന്ന് പറഞ്ഞിട്ട്, ഇതേപോലെ കിടക്കണ പോലെ തന്നെ നിങ്ങൾ വീട്ടിൽ പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എനിക്ക് കിടക്കാനിരിക്കാനും പറ്റില്ല, അതുപോലെ വേദന. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞോണം. ഞാൻ വന്നു, അതിൻ്റെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കണം, നിങ്ങൾ നാളെ വന്ന് അഡ്മിറ്റ് ആവട്ടാന്ന് പറഞ്ഞു. അഡ്മിറ്റായി 10 ദിവസത്തിനുള്ളിൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 2 മാസം 3 മാസമൊക്കെ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നവരുടെ ഒപ്പാണ് ഈ 10 ദിവസം കിടന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, മാതാവേ ഞാൻ വയ്യാണ്ട് കിടക്കണം, എൻ്റെ മക്കൾ സ്കൂളിൽ പോകാൻ നോക്കാൻ ആരുമില്ല. അപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് ജൂണിൽ സ്കൂളിൽ ആദ്യമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും എന്നെ നീ വീട്ടിലെത്തിക്കണേന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ മാതാവ് എന്നെ അന്ന് മെയ് 30 രാത്രി വരെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓപ്പറേഷൻ ചെയ്യുന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്നൊരു 8:30 രാത്രി 8:30 പറയുക, നാളെ നമുക്ക് പറ്റിയെങ്കിൽ സർജറി ചെയ്യാട്ടാന്ന് പറഞ്ഞിട്ട് 31-ാം തീയതി എൻ്റെ സർജറി ചെയ്തു. 2-ാം തീയതി എന്നെ വീട്ടിലേക്ക് വിട്ടു. ആ സമയത്ത് കൊറോണ കുറച്ച് കൂടിയ സമയമായിരുന്നു. പക്ഷെ 2-ാം തീയതി എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയച്ചു, ഇനി വീട്ടിൽ പോയി അതേപോലെ റെസ്റ്റ് എടുത്താൽ മതി. വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് 7 ദിവസം നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ച് വെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ സർജറി കഴിഞ്ഞ് തന്നെ. ആ സമയത്തെന്ന് പറഞ്ഞാൽ ആ വാർഡിലുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഏത് സമയത്തും ഞാൻ ഈ കൊന്തുണ്ടാവും എൻ്റെ കയ്യിൽ, കൊന്ത ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 ആകുമ്പോഴത്തേനും. എത്ര രാത്രി ഒന്നും ചില സമയത്ത് ഉറങ്ങാൻ പറ്റില്ല വാർഡിൽ, എന്നാലും ഉറക്കില്ലാത്ത സമയമാണ്, ഏത് സമയവും പ്രാർത്ഥനയാണ്. അപ്പോൾ ആ വാർഡിലുള്ളവർക്ക് തന്നെ ഞാനൊരു അത്ഭുതമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, മോൾക്ക് മാത്രം ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നിട്ടെന്ന് ചോദിക്കും. ഞാൻ പറയും, കൃപാസന മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം. അപ്പോൾ ഈ വേദന വന്നു, ഈ ബുദ്ധിമുട്ട് വന്നു, 2ാമത് പുതുക്കി കഴിഞ്ഞു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ഓപ്പറേഷൻ നടന്നത്. ഹസ്ബൻഡ് വന്നു, പ്രിയ ജോജു എന്ന് വെച്ച കാരണം ഹസ്ബൻഡിനായാലും ഇവിടെ വന്ന് പുതുക്കാൻ പറ്റി ഉടമ്പടി. ആൾ പുതുക്കി കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഓപ്പറേഷൻ നടന്നു. അത് ഭയങ്കര അത്ഭുതമായിരുന്നു എല്ലാവർക്കും. എല്ലാവരും സർജറി കഴിഞ്ഞിട്ട് നേരെ ICUലേക്ക് കൊണ്ടുകിടത്തണേ, എന്നെ മാത്രം വാർഡിലേക്ക് കൊണ്ടുകിടത്തി. വാർഡിലേക്ക് കൊണ്ടുകിടത്താൻ മാത്രമല്ല, പിറ്റേ ദിവസം എന്നെ വീട്ടിലേക്ക് വിട്ടു. കറക്റ്റ് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും എന്നെ വീട്ടിലേക്ക് വിട്ടു എന്നുള്ളതാണ്. അതും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. എത്രയും എന്തോരം പറഞ്ഞാലും നന്ദി തീരില്ല. അതുപോലെ അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയുന്നുണ്ട് എനിക്ക് ഇവിടുന്ന്. നമ്മൾ കർത്താവിനെയും മാതാവിനും വിളിച്ച് ഒരിക്കലും നമ്മളവരെ കൈവിടില്ല, അക്കാര്യം ഉറപ്പാണ്. കുറച്ച് സാധനങ്ങളൊക്കെ തരും, അക്കാര്യം ഉറപ്പാണ്. പക്ഷെ എന്നാലുണ്ടല്ലോ, നമ്മളെ ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാവുന്ന പ്രലോഭനെ നമ്മുടെ കർത്താവ് നമുക്ക് തരും, അക്കാര്യം ഉറപ്പാണ്. അതിനേക്കാൾ വലിയ പ്രലോഭനം നിങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. പിന്നെ എൻ്റെ മോൾക്ക് തലയിൽ, അവൾക്ക് 3 വയസ്സ് മുതൽ ഇങ്ങനെ ഒരു ബാക്കിൽ, അതായത് LKG നമ്മൾ വിടുമ്പോൾ ഇങ്ങനെ മുടി ചീകി കാണിക്കുമ്പോൾ ബാക്കിലൊരു ചുമന്ന കളറുണ്ടായിരുന്നു തലയിൽ. അപ്പം ഞാൻ വിചാരിച്ചു സോറിയാസിസ് ആവുമെന്നൊരു പേടിയുണ്ടായിരുന്നു നമുക്ക്. അതിങ്ങനെ പൊറ്റ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ തൈലം തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു.
അതിൻ്റെ ഫലമായിട്ട് ഡോക്ടറെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. നാളെ ആവട്ടെ എന്ന് വെച്ചാൽ 10 വയസ്സ് വരെയൊക്കെ ഞങ്ങൾ കൊണ്ടു തന്നു. ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ചുമപ്പ് അവളെ തലയിൽ നിന്ന് മാറിപ്പോയി. പക്ഷെ ഇപ്പം കുറേ സ്ഥലത്തൊക്കെ താരനുണ്ടെങ്കിലും ആ ചുമന്ന നിറം അവളുടെ ആ ബാക്ക് വശത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2023 എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി വന്നു. ആ ഡെങ്കിപ്പനിയിൽ എനിക്ക് എല്ലാ ദിവസവും കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 10,000 വെച്ചിട്ട് കൗണ്ട് കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ. പക്ഷെ എനിക്കന്ന് ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷം 2024 ഇതേപോലെ എനിക്ക് ഡെങ്കിപ്പനി വന്നു. എനിക്ക് ഭയങ്കര വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ അപ്പം തന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെങ്കി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കി തന്നെയാണ്. അപ്പം എന്നെ 140 കൗണ്ട് എനിക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അപ്പോൾ ഡോക്ടർ അറിയുന്ന ഡോക്ടറിന് കുറയണമെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും എന്ന് പറഞ്ഞു. അതുപോലെ ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കൗണ്ടിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനപ്പോൾ മാതാവിൻ്റെ തൈലവും തേനും ഉപ്പും അപ്പോഴും തിന്നിരുന്നു. വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത്. വേറെ ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ തൈലവും ഉപ്പും തേനും തിന്നിട്ട് ഞാൻ പറയും, മാതാവേ എന്നെ അഡ്മിറ്റ് ആക്കരുതോ, വേറെ ആരും വീട്ടിലില്ല, പിന്നെ പ്രായമായ ഒരു അമ്മീനുള്ളത്, അപ്പം എന്നെ അഡ്മിറ്റ് ആക്കരുതോ. അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ അതൊക്കെ മാതാവ് ഇങ്ങനെ ഈശോയോട് പറഞ്ഞ് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് നമുക്ക് ചെയ്തു തരുന്നതാണ് നമ്മുടെ കർത്താവ്. പിന്നെ എൻ്റെ മോൻ പഠിക്കാൻ നല്ല മിടുക്കനാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ അവൻ ഭൂലോക കറക്കണം. 10ാം ക്ലാസ്സിൽ അവൻ ചേർന്ന സമയത്ത് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. മോഡൽ എക്സാമിന് വരെ അവന് ആകെ 60% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവൻ പഠിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ പഠിക്കാൻ ഈ കുട്ടിക്ക് ഇരിക്കാനുള്ളൊരു ഇത് ദൈവം തന്നെ കൊടുക്കണമല്ലോ, മടി മാറ്റി കൊടുക്കണമല്ലോ. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഇവനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാട്ടാ, നീ എന്നെ പഠിപ്പിച്ചോ, നീ എന്നെ നോക്കിയോ, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും എന്ന് വചനം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവേ നീ തന്നെ നമ്മുടെ പുത്രനെ പഠിപ്പിക്കണം, അങ്ങനെയാണ് നമ്മുടെ പുത്രനെ നീ തന്നെ പഠിപ്പിക്കണം, അവർ ശ്രേയസ് ആർജിക്കണം എന്ന് ഞാൻ തമ്പുരാനോട് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായാണെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. ഈ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച തികച്ച് കിട്ടിയിട്ടില്ല. അവന് ക്ലാസ് ടെസ്റ്റിനൊക്കെ 20ൽ 2 മാർക്കൊക്കെ സോഷ്യൽ സയൻസിലും കിട്ടാറ്. സയൻസിലും മാത്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും, ഇംഗ്ലീഷിലൊക്കെ. സോഷ്യലിലൊക്കെ 2 മാർക്കൊക്കെ അവന് കിട്ടാറ്. പക്ഷെ ആ കുട്ടി ഫുൾ A+ 10ാം ക്ലാസ്സിൽ വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ്. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം. ആ സമയത്ത് ആ കുട്ടീനെ ഇരുത്തി പഠിപ്പിച്ചത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ അവരോട് പറയും. എനിക്ക് ദൈവം കർത്താവും ചെയ്തെന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരാളെ കിട്ടുക ഞാൻ അപ്പോൾ പറയും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ആ സമയത്തൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റാവുന്ന എന്താണെങ്കിലും ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാവും നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റാം. അതായാലും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന എന്ത് സഹായമായാലും ഞാൻ ചെയ്തു കൊടുക്കും, പൈസ കൊണ്ട് സഹായിക്കും. പിന്നെ ഒരു സ്കൂളുകളിലേക്കൊക്കെ പൊതിച്ചോറ് കൊടുക്കണ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളവിടെ LDFകാർ വരും പൊതിച്ചോറിന്. അപ്പോൾ അവർക്ക് 2-3 പാക്കറ്റൊക്കെ പൊതിച്ചോറ് ഞാൻ 9 മണിയാകുമ്പോഴത്തേനും കൊടുത്തു വിടാറുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു വരുമാനമുണ്ട്. ആ വരുമാനം കിട്ടി തുടങ്ങിയ പിന്നെ ഞാൻ 2-3 കുടുംബങ്ങളെ മാറി ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ പറ്റാവുന്ന വിധത്തിലൊക്കെ എനിക്ക് ഇത്രയും കാര്യങ്ങളും ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാതാവും ഈശോയും ചെയ്തു തരാറുണ്ട്. അപ്പോൾ എല്ലാം ചെയ്തു തരാൻ എൻ്റെ പൊന്നു ഉണ്ണീശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54 8-ാം തിരുവചനം അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവത്തിൻ്റെ ചിന്തയിൽ വരുവാനും അവിടുത്തെ കൃപയ്ക്ക് പാത്രമാകുവാനുമൊക്കെ ഉടമ്പടി എങ്ങനെ വ്യക്തികളെ ഒരുക്കുന്നു, കുടുംബങ്ങളെ സജ്ജമാക്കുന്നു. പ്രിയ ജോജു, തനിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾ, അതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ എന്തെല്ലാം. ആ തടസ്സങ്ങൾ വരുമ്പോഴും ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഡെങ്കിപ്പനിയാണ് വരുന്നത്, കൗണ്ട് കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഇങ്ങനെയൊക്കെയാണല്ലോ വന്നതെന്ന് വിചാരിച്ച് നമുക്ക് എളുപ്പമുണ്ട് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ. വേണ്ട എന്ന് വയ്ക്കുവാൻ
100 കാരണങ്ങളുണ്ട്, എന്നാൽ വേണമെന്ന് വയ്ക്കുവാൻ ഒരേ ഒരു കാരണമേ ഉണ്ടാവുകയുള്ളൂ. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അവിടുത്തെ അമ്മ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അമ്മയുടെ ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുക. അങ്ങനെയാണ് ഓരോ കുടുംബവും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ വന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുവാൻ ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നാം ആരും സാക്ഷ്യം പറയാതിരിക്കരുത്. സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അതിലൂടെ ദൈവം മഹത്വപ്പെടുകയാണ്. നമുക്ക് കിട്ടിയ എല്ലാ കൃപകളും താലന്തുകൾ മൂടിവെച്ചവനെ പോലെ മൂടിവെക്കാനല്ല, നമുക്ക് കിട്ടിയ ദൈവിക കൃപകൾ അതിലൂടെ നാം പറയുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ, ഒരു വലിയ ബാധ്യത, ജപ്തി നേരിടുന്ന തങ്ങളുടെ സ്ഥലം 9 വർഷമായിട്ട് വിൽക്കാൻ പറ്റാതിരുന്നത്, അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വിറ്റുപോകുന്നത്, മകൾക്ക് കിട്ടിയ സൗഖ്യാനുഭവം, ഇവിടെ കാല് വെച്ചപ്പോഴേ തൻ്റെ മകളെ അമ്മ കണ്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഒത്തിരി തിരക്കുണ്ട്. ഈ തിരക്കിലൊക്കെ നിൽക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് വരുന്ന ആ ഒരു അസ്വസ്ഥതകളിൽ നിന്നാണ് നാം അങ്ങനെ ചിന്തിക്കുക. എന്നാൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ എത്ര നേരം നിന്നാലും ആ നിൽപ്പ് വെറുതെ ആകില്ല എന്നുള്ളത്, അതാണ് നാം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ടത്. എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. ആകാശം ഭൂമിയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും ഉയരത്തിലാണെന്നാണ് ഈശോ നമ്മോട് തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാം. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ ഫ്രോഡാകാതെ നാം ഏറ്റെടുത്ത ഉടമ്പടി ജീവിതം അത് ഏറ്റവും വിശ്വസ്തയോടെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.